ഹലോ എവ്രി വൺ, ഈദിൻ്റെ വെക്കേഷനിൽ സൗദി അറേബ്യയിലെ അബഹയ്ക്ക് പോയതിൻ്റെ ഡേ 2 ആണിന്ന്. ഇത് അവിടുത്തെ ആർട്ട് സ്ട്രീറ്റ് ആണ്. അവിടേക്കാണ് നമ്മൾ രാവിലെ തന്നെ പോയത്. ഇത് പിന്നീട് സെർച്ച് ചെയ്തപ്പോൾ ഹൂപ്പോ എന്ന് പറയുന്ന ഒരു ബേർഡാണെന്ന് മനസ്സിലായി. ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യൻ കൺട്രീസിലൊക്കെയാണ് കൂടുതൽ കാണുക. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഈദിനും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഇതിനേലും ഭംഗിയും പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ വെറും നാടകമാണ്. ഇത് നമ്മുടെ ഫ്രണ്ട്സാണ്. തലേദിവസം നമുക്ക് ഇവരെ കാണാൻ പറ്റിയില്ല. പിറ്റേ ദിവസം നമ്മൾ ഒന്നിച്ചായിരുന്നു. ഈ കാണുന്ന വയലറ്റ് ചക്രാന്ത പൂക്കളാണ് ഇവിടുത്തെ മേജർ അട്രാക്ഷൻ. നമ്മളിപ്പോൾ പോയ സമയത്ത് സീസൺ അവസാനിച്ച് തുടങ്ങിയതുകൊണ്ട് എല്ലാ മരത്തിലും പൂക്കളില്ല, കുറച്ചൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മുടെ ജപ്പാനിൽ ചെറി ബ്ലോസം ഒക്കെ എങ്ങനെയാണോ അതുപോലെ. ഇതാണ് ഇപ്പൊ നമ്മൾ വന്നത്. നമ്മളിങ്ങനെ മരം നിറയെ ചക്രാന്ത പൂക്കൾ നിൽക്കുന്ന വീഡിയോസ് കണ്ട് ആക്രാന്തം പിടിച്ച് വന്നതാണെങ്കിലും അങ്ങനെ കാണാൻ പറ്റാഞ്ഞതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ തണവില്ലാത്തതിൻ്റെ വിഷമം വേറെ. പക്ഷെ നമ്മൾ മേലേക്ക് പോകുന്തോറും ക്ലൈമറ്റ് ബെറ്ററായി വരുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് സൗദിയിലെ കൊടൈക്കനാൽ പോലത്തെ സ്ഥലം കാണുന്നുണ്ടെങ്കിൽ നേരെ 6-മത്തെയോ 8-മത്തെയോ 12-മത്തെയോ ഒക്കെ മിനിറ്റിലേക്ക് വിട്ടോളൂ. നല്ല വ്യൂ പോയിന്റ്സ് കാണാനായിട്ട് പറ്റും. പക്ഷെ ചൂടിന്ന് ആ തണുപ്പിലേക്ക് പോണ ഫീൽ കിട്ടണമെങ്കിൽ നമ്മുടെ കൂടെ തന്നെ വരണം. മലരെ നിന്നെ കാണാതിരുന്നാൽ മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ അരികോടിനരികത്തിൽ നനയാതിരുന്നാൽ അഴകേകിയ കനവെല്ലാം അകലുന്ന പോലെ ഞാൻ എൻ്റെ ആത്മാവിലാഴത്തിനുള്ളിൽ അതിലോലമാരോരും അറിയാതെ സൂക്ഷിച്ച താളങ്ങൾ ഭാഗങ്ങൾ ഈളങ്ങളായി ഓരോരോ വർണ്ണങ്ങളായി ഇടറുന്നൊരെൻ്റെ ഇടനെഞ്ചിനുള്ളിൽ പ്രളയത്തിൻ മഴയായി നീ പൊഴിയുന്നീ നാടിൽ തളരുന്നൊരെൻ്റെ തടുതോറും നിന്റെ അലതല്ലും പ്രളയത്താൽ ഉണരും മലരേ അഴകേ. ട്രിപ്പൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് പാട്ട് വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ കൂടെ പാടുക എന്നുള്ളത്. പെട്ടെന്നാണ് പ്ലേലിസ്റ്റിൽ നിന്ന് മലരേ എന്നുള്ള പാട്ട് കയറി വന്നത്. ഹൈ റേഞ്ചൊക്കെ കയറി പോകുമ്പോൾ അങ്ങനെ കേട്ട് കഴിഞ്ഞൊരു പ്രത്യേക മൂഡ് തരുന്ന ഒരു പാട്ടായിരുന്നു അത്. പ്രേമം ഇറങ്ങിയിട്ട് 11 വർഷമായി എന്ന് പറയായിരുന്നു നമ്മൾ. അതിനുശേഷം നമ്മൾ ഹൈ റേഞ്ചിന് പറ്റിയ വേറൊരു പാട്ട് വെച്ചു. ചിറകുള്ള ഭാരത്തുകൂടെയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. കാണുന്ന കാണാനായി കൂടുന്ന കൂട്ടാനായി ആകാശക്കുളമിനെ കൊതിച്ചുപോയി. കണ്ടു മലനിര കണ്ടു താഴ്വര ഇറങ്ങിട്ടോ നമ്മന്ന് വന്ന സ്ഥലത് അന്നിറങ്ങിയ കോടയാ. സിറ്റിയുടെ ചൂടിൻ്റെ ഡിസപ്പോയിൻമെന്റ് മാറി സന്തോഷം വന്നതിൻ്റെ ആർപ്പാണ് നിങ്ങൾ കേട്ടത്. ഓ കഴിഞ്ഞ ദിവസം വന്ന സ്ഥല എന്താലേ ആരോ പുകടിച്ചു വിടുന്ന മാതിരിണ്ട്. ഇന്ന് സ്ഥിരം വാ 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 വാ. ഓ എന്ത് രസാ. സ്വർഗം
ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ സൗദിയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഹായ്, നല്ല ഭംഗിയുള്ളൊരു ചെടി നോക്ക്. എന്ത് ഭംഗിയാ. എനിക്ക് പറിക്കണ്ട, വിഷമൊക്കെ ഉള്ളതാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ആദ്യമൊക്കെ സൗദി എന്ന് പറയുമ്പോൾ ഒരു പേടിയായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇത്ര നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം സൗദിയോട് എനിക്കിപ്പോൾ ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്. ആകെ ഉള്ളൊരു പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു 7-8 മണിക്കൂർ ഡ്രൈവൊക്കെ ചെയ്യണം. അത് പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിലും കൊടൈക്കനാലിലേക്കൊക്കെ പോകണമെങ്കിൽ ഒരു 7-8 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. കൊടൈക്കനാലൊക്കെ പോയി മേലെ എത്തുമ്പോഴേക്കും ആകെ ടയേർഡാവും. ഇവിടെ ആ ഒരു ടയേർഡ്നെസ് തോന്നുകയില്ല. ഇവിടെ ഇനിയും താഴേക്ക് റോഡുകളുണ്ട്, പക്ഷെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അതെ, എങ്ങനെയുണ്ട്? അങ്ങനെയാണ് ക്ലൗഡ്. നമ്മളിങ്ങനെ പറയായിരുന്നു ഇതുപോലത്തെ ഹൈ റേഞ്ചൊക്കെ ഏത് നാട്ടിൽ പോയാലും ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കുന്നു. ഒരേ കോടമഞ്ഞും മൂടിക്കെട്ടിയ ആകാശവും പ്രത്യേക തരം പൂക്കളും എല്ലായിടത്തും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വന്നപ്പോൾ ഈ ഒരു പ്രത്യേക സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്, എന്നാൽ നല്ല സേഫ് ആയിരുന്നു. വീഡിയോയിൽ കിട്ടില്ല, അതാണ് പ്രശ്നം. ഐഷുന് കിട്ടിയ ഫ്ലവർ കാണിച്ചെന്നേ നോക്കട്ടെ. ഹായ്, മറ്റേ കൈ കാണിച്ചെന്നേ. വാവ്, നല്ല ഭംഗിയുണ്ട് അല്ലേ? എവിടെ നോക്കട്ടെ. വാവ്, will you marry me? No. അവിടെ നിന്ന് നമ്മൾ വണ്ടി വളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു കൂട്ടം ആൾക്കാരെ കണ്ടപ്പോൾ ഇറങ്ങി നോക്കി. അപ്പോഴേക്കും ഒരാൾ ഐസ്ക്രീം വണ്ടിയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മാംഗോ വാനില और स्ट्रॉबेरी वानिला. मैंगो वानिला दो. मैंगो वानिला दे दो. ओ माय गॉड, നല്ല കോട. വാവ്, ഓക്കേ, നല്ലല്ലേ? ഇവിടെ എത്തിയപ്പോൾ ഗൂഗിൾ ചേച്ചി റൈറ്റാണ് പറഞ്ഞതെന്നുണ്ടെങ്കിലും നമ്മൾ ലെഫ്റ്റിലേക്ക് പോന്നു, കാരണം അത്ര ഭംഗിയുണ്ടായിരുന്നു വഴി കാണാൻ. ഓ, ഇതൊന്നും കാണുന്നില്ല കേട്ടോ. അയ്യോ, സീറോ വിസിബിലിറ്റി. മറ്റേ ബാക്കിൽ അടിപൊളി സ്ഥലമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഖത്തറിന്ന് വിളിച്ച് നമ്മുടെ ഫ്രണ്ട്സിന് സൗദിയുടെ ഭംഗി നമ്മൾ കാണിച്ചു കൊടുക്കുകയായിരുന്നു. സമ്മറിൻ ബത്ലഹേമിൽ ജയറാം പറയണ പോലെ ബൈസൺ വാലിയിലേക്ക് ലെഫ്റ്റും റൈറ്റും. പക്ഷെ ലെഫ്റ്റ് എടുത്തതുകൊണ്ട് നല്ല കോടമഞ്ഞ് മൂടിയ വഴി കൂടെ വരാൻ പറ്റി. ഇവിടെ നമ്മുടെ ഫ്രണ്ടിൻ്റെ മോൻ കവർ വെച്ച് കോടമഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്പോട്ടിൽ 2 സൈഡിൽ നിന്നും കോടമഞ്ഞ് വരുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല തണവുണ്ടായിരുന്നു. ഈ ഏരിയ കാണുമ്പോൾ ശരിക്കും നമ്മുടെ കൊടൈക്കനാലിലെ സൂയിസൈഡ് പോയിന്റ് ഓർമ്മ വരും. കഴിഞ്ഞ വട്ടം നമ്മൾ വന്നപ്പോൾ ഇവിടെയൊന്നും ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. ഈ വട്ടം എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു. റീൽസൊക്കെ കണ്ടിട്ട് തണവ് അന്വേഷിച്ച് ഗൾഫ് കൺട്രീസിലുള്ളവരൊക്കെ അഭയിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ ഇഷ്യൂ അവിടെ? എന്താ അവിടെ? മേഘാണോ? മേഘാണോ? മേഘം. കഴിഞ്ഞ പ്രാവശ്യം പക്ഷെ കുറേ വ്യൂ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കിട്ടിക്കോടാ, ഞാൻ അതിനടിക്കാനുള്ള ഒന്നും കിട്ടാനില്ല. പിന്നെ നമുക്ക് കിട്ടിയ വ്യൂ പോയിന്റ് ഈ റൂട്ടിൽ തന്നെയാ. ഇപ്പൊ അവിടെ വണ്ടി നിർത്തിയ ആൾക്കാർ നിൽക്കണ്ടല്ലോ. നല്ല ക്ലൈമറ്റ് അല്ല, നല്ല വെയിലും പെയ്യുന്ന തോന്നുന്നുണ്ട്. അതൊക്കെ പോട്ടെ, അറിയാത്ത വഴിയാണ്. കഴിഞ്ഞ വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് തിരിച്ച് റൂമിലേക്ക് പോയി. നമ്മളിങ്ങനെ അറിയാത്ത വഴി കൂടെയൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ പോയപ്പോഴാണ് നല്ല നല്ല സ്പോട്ടുകൾ കാണാനായിട്ട് പറ്റിയത്. അങ്ങനെ കാണാൻ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോണത്. ഇതിപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് പറയുന്ന വഴി കൂടി ഒന്നല്ല പോണത്. ഗൂഗിൾ മാപ്പ് പറയുന്ന സ്പോട്ടുകളിലൊക്കെ പോകുമ്പോൾ നല്ല തിരക്കും ബഹളമായിരുന്നു. നമ്മൾ ഇത്തിരി തിരക്ക് കുറഞ്ഞ സ്ഥലങ്ങൾ അന്വേഷിച്ച് പോവായിരുന്നു.
പോവാ. ഞാനും വരട്ടെ. ആ നല്ല സ്ഥലത്തൊന്നും എങ്ങോട്ടൊന്നും ഇല്ലാണ്ട് പിന്നെയും നമ്മൾ പോവാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ലൊരു വ്യൂ പോയിന്റ് കഴിഞ്ഞ കൊല്ലം പോയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് എത്തണം എന്നുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ പേരോ സ്ഥലമൊന്നും അറിയണ്ടായിരുന്നില്ല. ഇത് മറ്റേ വ്യൂ പോയിന്റിലേക്കുള്ള പോക്കാണോ നമ്മൾ? നമ്മൾ ആരും ഇല്ലാത്തൊരു വഴിയിൽ നിന്ന് തുടങ്ങിയതാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വഴിയിൽ നല്ല ട്രാഫിക് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഏതോ ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോണതെന്ന്. ലാസ്റ്റ് അവിടെ എത്തിയപ്പോൾ നമുക്ക് സന്തോഷമായി. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ സൺസെറ്റ് കാണണമെന്ന് ആഗ്രഹിച്ച വ്യൂ പോയിന്റ് തന്നെയായിരുന്നു അത്. ഇത് നമ്മുടെ ഫേവറേറ്റ് വ്യൂ പോയിന്റ് ആണ്. കാരണം ഇതൊരു 360 ഡിഗ്രി വ്യൂ പോയിന്റ് ആണ്. എവിടെ നോക്കിയാലും ഭംഗിയാണ്. ഡിഗ്രി വ്യൂ മാത്രമല്ല, ഈ ചായക്കടയും ഈ സ്പോട്ടിനെ നമ്മുടെ ഫേവറേറ്റ് ആക്കുന്നുണ്ട്. ഇവിടെ ഇതുപോലത്തെ ബൈക്ക് റൈഡേഴ്സിനെ ഒറ്റയായിട്ടും കൂട്ടായിട്ടും ഒക്കെ നമുക്ക് കുറേ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ സുലൈമാനിയും സ്വീറ്റ് കോണും വാങ്ങിച്ച് കോടമഞ്ഞും എൻജോയ് ചെയ്ത് സൂര്യാസ്തമയം കാത്തിരിക്കുകയാണ്. സൈഡിൽ നിന്നും കോട വരുന്നുണ്ട്, ഈ സൈഡിൽ നിന്നും കോട വരുന്നുണ്ട്. നമ്മൾ കുറച്ചു നേരം അപ്പുറത്തെ സൈഡിലിരുന്ന് അബസിറ്റീനൊക്കെ കണ്ടതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു. കാരണം അവിടെയാണ് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റുക. This is heaven. എന്ത് ഭംഗിയാ കാണാൻ. അങ്ങനെ സൂര്യൻ്റെ ഭംഗി പകർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. ചന്ദ്രനും ആകാശത്തുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രൻ്റെ ഭംഗിയും കൂടി ഒപ്പിയെടുക്കാണ്ട് എങ്ങനെയാ? ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുന്നത് സൂര്യൻ അസ്തമിക്കുമ്പോൾ ചന്ദ്രൻ വരുന്നതാണ്. വളരെ വൈകിട്ടാണ് മനസ്സിലായത് ചന്ദ്രൻ എപ്പോഴും ആകാശത്ത് തന്നെ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ സൂര്യാസ്തമയമൊക്കെ വേണ്ടോളം ആസ്വദിച്ചതിന് ശേഷം നമ്മൾ പിന്നെയും ഒരു സ്വീറ്റ് കോൺ വാങ്ങിച്ചു. കാരണം അത് അത്രയും രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു പോവാണ്. ഈ പോണ വഴി കണ്ടോ? മലയുടെ ഏറ്റവും മേലെ ഒത്ത നടുവിൽ കൂടെ തന്നെയാണ് വഴി. അപ്പോൾ അതിൽ പോവാനും നല്ല രസമാണ്. ഏത് സൈഡിലേക്ക് നോക്കിയാലും നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ ഈ വ്യൂ പോയിന്റിൽ ഒരു 2-3 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നല്ല വെളിച്ചത്തിൽ കോടമഞ്ഞിൻ്റെ ഭംഗി, ഇരുട്ടിൽ കാണാൻ വേറൊരു ഭംഗി. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ പോരുന്ന വഴിക്ക് നമ്മൾ ഈ സ്പോട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കയറി ഫ്രൂട്ട്സിൻ്റെ റേറ്റൊക്കെ ചോദിച്ചു. നല്ല തീ വിലയായതുകൊണ്ട് കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഈ കാണുന്നതാണ് അഭ സിറ്റി. അവിടെ നിന്ന് തീ മഴ വരുന്ന പോലെ ഉണ്ട്. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇപ്രാവശ്യം കുറേ പേര് അഭയിലുണ്ടായിരുന്നു. സലാലയൊക്കെ ഗൾഫ് കൺട്രീസിൽ ഫേമസ് ആയതുപോലെ അഭയം ഫേമസ് ആയെന്ന് തോന്നുന്നു. ഇത് നമ്മൾ ഉച്ചയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ക്യാൻസൽ ചെയ്തൊരു സ്ഥലമാണ് ഹൈ സിറ്റി. പക്ഷേ വിഷമമൊന്നുമില്ല, കാരണം ഇവിടെ നല്ല തിരക്കായിരിക്കും. പിന്നെ നമ്മൾ അതിന് പകരം കണ്ട സ്ഥലം നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. നാളെ അപ്പോൾ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അതിൻ്റെ വീഡിയോ വൈകാണ്ടിടാം. അപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങൾ സൗദിയിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യൂ. താങ്ക്